അപ്പോൾ പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രീജിത്ത് ബാലകൃഷ്ണൻ ഉണ്ട്. എനിക്കിപ്പം ശ്രീജിത്ത് ബാലകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയം, അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ് രാവിലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്രങ്ങളിലും ഒരുപക്ഷെ അത് തന്നെയായിരിക്കും വലിയ വാർത്ത, അല്ലേ? തീർച്ചയായും. ഇന്നലെ ഉച്ചയ്ക്ക് മുതൽ അത് തന്നെയാണ് വാർത്ത. ഇന്ന് പത്രങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അത് തന്നെയാണ് സേതു. ഞാൻ തുടങ്ങട്ടെ? തുടങ്ങാം. ഉത്തരാഖണ്ഡിൻ്റെ ഉള്ളുലച്ച് ഉത്തരകാശിയിൽ വൻ മേഘവിസ്ഫോടനം. കൺമുന്നിൽ മിന്നൽ പ്രളയം സംഭവിക്കുന്നത് ഇന്നലെ രാജ്യം കണ്ടു വിറച്ചു. എത്ര പേർ മണ്ണിനടിയിലുണ്ടെന്ന് ഇപ്പോഴും അറിയാത്ത അവസ്ഥയാണ്. ധരാലി എന്ന ഗ്രാമം പൂർണ്ണമായും ചെളിക്കുണ്ടായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാ പത്രങ്ങളുടെയും പ്രധാന വാർത്തയും ഇത് തന്നെയാണ്. ഈ രാജ്യത്തെ ഏറ്റവും വലിയ വാർത്ത ഇത് തന്നെ. അതുകൊണ്ട് തന്നെ പത്രങ്ങളെല്ലാം വലിയ രൂപത്തിൽ ആ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന മണിക്കൂറുകളിലും അത് തന്നെയായിരിക്കും വാർത്ത എന്നാണ് കാണേണ്ടത്. ആദ്യം മനോരമയിലേക്ക്, മാതൃഭൂമിയിലേക്ക് തന്നെ പോകാം. മറ്റ് പത്രങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ പ്രധാനം അവിടെയാണെന്ന് തോന്നുന്നു. ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം, മിന്നൽ പ്രളയം, ഗ്രാമം ഒലിച്ചുപോയി, ജനങ്ങളും എന്നാണ് മനോരമയുടെ ഹെഡിങ്. മൺമറഞ്ഞ ധരാലി എന്നാണ് മാതൃഭൂമിയുടെ ഹെഡിങ്. കൺമുന്നിൽ മിന്നൽ പ്രളയം എന്നാണ് ഈ മനോരമയുടെ ഹെഡിങ്. കുറച്ചും കൂടി തലക്കെട്ട് കുറച്ചും കൂടി ആ വാർത്തയുടെ ഒരു കാമ്പ് ഉൾക്കൊള്ളുന്നതാണെന്ന് മനസ്സിലാക്കുന്നു. ഗ്രാമം ഒലിച്ചുപോയി, ജനങ്ങളും എന്നാണ്. സ്വാഭാവികമായും ആ ഗ്രാമത്തിൽ എത്ര ആളുകളുണ്ടായിരുന്നു അതെല്ലാം ആ മഹാപ്രളയത്തിൽ, മിന്നൽ പ്രളയത്തിൽ, മേഘവിസ്ഫോടനത്തിൽ ഒലിച്ചുപോയി എന്നാണ് മനസ്സിലാക്കുന്നത് മനോരമ വായിക്കുമ്പോൾ. സ്ഥിരീകരിച്ചത് 4 മരണം, 8 സൈനികരടക്കം 70ഓളം പേരെ കാണാതായിട്ടുണ്ട്. തൊട്ടടുത്ത് ഹിർസിൽ മലയിൽ അവിടെ സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ സൈനിക ക്യാമ്പിൽ ഏതാണ്ട് 100ഓളം പേരുണ്ടായിരുന്നു. അതിൽ 8 സൈനികരെ കാണാനില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത് ദുരന്തം ഗംഗോത്രി ധാമിലേക്കുള്ള തീർത്ഥാടന യാത്ര പാതയിലെ പാതയിലാണ് ഈ അപകടം. ധരാലി എന്ന് പറയുന്നത് അവസാനത്തെ ഒരു സ്റ്റോപ്പേജാണ് ഗംഗോത്രി ധാമിലേക്കുള്ളത്. പോയിട്ടുള്ളവർക്കും ചരിത്രം അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ അപകടമാണ് സംഭവിച്ചത്. ഒരുപക്ഷെ വലിയ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസകരമാണ്. പക്ഷേ ആ ഗ്രാമം അവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ ഒലിച്ചുപോയി എന്നാണ് മനോരമ പറയുന്നത്. ദുരന്തങ്ങൾ മുൻപ് ഉണ്ടായിട്ടുണ്ട് ഉത്തരാഖണ്ഡിനെ കുറിച്ച്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ തന്നെ പല തവണയായി പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ ഏതാണ്ട് 120ഓളം ആളുകൾ അവിടെ മഴക്കെടുതിയിൽ മരിച്ചു കഴിഞ്ഞു. ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ 2013 നമുക്ക് ഓർമ്മയുണ്ട്. അന്ന് മിന്നൽ പ്രളയത്തിൽ 5000-ലധികം ആളുകളാണ് കാണാതാവുകയും അല്ലെങ്കിൽ മരണപ്പെടുകയും ചെയ്തത്. 2021 തൊട്ടടുത്ത ജില്ല ചമോലി, ഇത് ഉത്തരകാശിയാണ്, തൊട്ടടുത്ത് ചമോലി ജില്ലയിൽ മണ്ണിടിഞ്ഞ് 200ഓളം പേർ മരിച്ചു. അതെല്ലാം ഒരുപക്ഷെ മണ്ണിടിഞ്ഞുണ്ടായ മരണമാണ്. ഈ മേഘവിസ്ഫോടനത്തിൽ ഇത്രയും വലിയ രൂപത്തിൽ അപകടം ഉണ്ടാകുകയും ഇത്രയും വലിയ ദുരന്തം ഉണ്ടാകുകയും ചെയ്യുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമാണ്. ബാക്കിയെല്ലാം മണ്ണിടിച്ചിലും ആ രൂപത്തിൽ മഴയും പ്രളയവും ഒക്കെയാണ്. മഹാപ്രളയമൊക്കെ ഉണ്ടായാണ്. കേദാർനാഥിൽ നമുക്കറിയാം മഹാപ്രളയമായിരുന്നു ഉണ്ടായത്. പക്ഷേ ഒരു മേഘവിസ്ഫോടനം, ഒരു പ്രദേശത്ത് ഒരു 20 മണിക്കൂറിനുള്ളിൽ 100 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ അതിൻ്റെ വലിയ വ്യാപ്തിയിൽ വന്ന് വീണ് പതിക്കുന്നത്, ആ രൂപത്തിലുള്ള അപകടം ഒരുപക്ഷെ ഇന്ത്യയിൽ വളരെ അപൂർവമാണ്. അത് അത്രയും വലിയ അപകടത്തിൻ്റെ ആഘാതം വലുതാണ് എന്നാണ് പത്രങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഇത് ഗംഗോത്രി തീർത്ഥാടന പാതയിലെ പ്രധാന ഗ്രാമമായ ധരാലിയെ പൂർണ്ണമായും തകർത്ത മേഘവിസ്ഫോടനം എന്നാണ് മനോരമ പറയുന്നത്. ഉത്തരാഖണ്ഡിൽ ഗ്രാമം ഒലിച്ചുപോയി, 60 പേരെ കാണാനില്ല എന്നാണ് മാതൃഭൂമി പറയുന്നത്. ആർത്തലച്ച് പ്രളയജലം, എല്ലാം തകർന്ന ആ നിമിഷം. അത് കുന്നിൻ മുകളിൽ നിന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. കുന്നിൻ മുകളിൽ നിന്ന് ഖീർഗംഗ നദിയിലൂടെ ഒഴുകിയെത്തിയ അതിശക്തമായ ജലപ്രവാഹത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം തകർന്നു. നദിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ഒലിച്ചുപോയി. ഖീർഗംഗയിലൂടെ കുത്തി ഒഴുകിയെത്തിയ മഹാപ്രളയത്തിൽ ധാരാലി ഗ്രാമത്തിലെ വീടുകളും റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ഒലിച്ചുപോയി. കെട്ടിടാവശിഷ്ടങ്ങൾ ഇപ്പോൾ ഖീർഗംഗ നദിയിൽ അടിഞ്ഞുകൂടി കിടക്കുകയാണ്. വിനോദസഞ്ചാര കേന്ദ്രം കൂടിയ പ്രദേശത്ത് ഏതാണ്ട് 50ഓളം ഹോട്ടലുകൾ ഉണ്ടായിരുന്നു. ധരാലി സമുദ്രനിരപ്പിൽ നിന്നും 2680 മീറ്റർ ഉയരത്തിൽ ഉത്തരകാശിക്കും ഗംഗോത്രിക്കും ഇടയിലുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. അവിടെ ഏതാണ്ട് 583 പേരാണ് അവിടുത്തെ ജനസംഖ്യ. അതാണ് അതിൻ്റെ ഒരു പക്ഷേ ഈ ദുരന്തം വലുതായി മാറാനുള്ള സാധ്യത അതാണ്. ആകെ 583 പേർ മാത്രമാണ് അവിടെ ഉള്ളത്, ആ ഗ്രാമത്തിലുള്ളത് എന്നാണ് കണക്കുകൾ പറയുന്നത്. ഒരു പക്ഷേ മാതൃഭൂമി മാത്രമാണ് ആ കണക്ക് കൃത്യമായി 1-ാം പേജിൽ തന്നെ നൽകിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അത് മാത്രമല്ല, 2 ഇടത്ത് ഇന്നലെ മേഘവിസ്ഫോടനം ഉണ്ടായി. ഈ ധരാലിയോട് ചേർന്ന് ഹിർസിൽ മലയിൽ മാത്രമല്ല, അതിനോട് സമീപത്ത് സൂഖി ടോപ്പിലും ഇന്നലെ മേഘവിസ്ഫോടനം ഉണ്ടായി. പക്ഷേ അത് വനത്തിനുള്ളിലായതുകൊണ്ട് വലിയ രൂപത്തിൽ ആൾക്ഷാമം ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 9 സൈനികരെ കാണാനില്ല എന്നും മാതൃഭൂമി പറയുന്നുണ്ട്. കേരളകൗമുദി 5 മരണം പറയുന്നുണ്ട്. മറ്റു പത്രങ്ങളൊക്കെ 4 മരണത്തിൽ നിൽക്കുമ്പോൾ കേരളകൗമുദി 5 മരണമാണ്. 21 സൈനികർ ഉൾപ്പെടെ 100 പേരെ കാണാനില്ല എന്നാണ് പറയുന്നത്. 9 സൈനികരാണ് മാതൃഭൂമി മനോരമയും പറയുന്നത്. കേരളകൗമുദി 21 സൈനികരെ കാണാനില്ല എന്നുള്ള വലിയ വാർത്ത പറയുന്നു. ധാരാലി ടൗൺ ഒഴുകിപ്പോയി എന്ന് പറയുന്നു. ഇത് പരിസ്ഥിതി ലോല മേഖലയാണ്, മുമ്പും മേഘവിസ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴെല്ലാം 69ഉം 35ഉം പേരുടെ മരണമാണ് വന്നിട്ടുള്ളത്. കേദാർനാഥിൽ മാത്രമാണ് ഇതിനു മുമ്പ് വലിയ രൂപത്തിൽ മരണമുണ്ടായി എന്നും കേരളകൗമുദി പറയുന്നു. തീർത്ഥാടകരും ടൂറിസ്റ്റുകളും ധാരാളമായി എത്തുന്ന പ്രദേശമാണ് ധാരാലി. അത് 5 മരണം എന്നുള്ളതാണ് കേരളകൗമുദിയുടെ വാർത്ത. എല്ലാ പ്രധാനപ്പെട്ട പത്രങ്ങളുടെ എല്ലാവരുടെയും ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം, 4 മരണം എന്നാണ് മാധ്യമം പറയുന്നത്. 130 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളത് വലിയ വാർത്തയാണ്. ഒരുപക്ഷെ ഈ 580
3 എന്നുള്ള കണക്ക് അവിടുത്തെ ആളുകളുടെ എണ്ണമാണ്. ആ 583-ൽ 130 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. മാധ്യമമാണ് 130 പേരെ രക്ഷപ്പെടുത്തി എന്ന കാര്യം പറയുന്നത്. ഇംഗ്ലീഷ് പത്രങ്ങൾ ഹിന്ദുവും, ടൈംസ് ഓഫ് ഇന്ത്യയും, എക്സ്പ്രസും എല്ലാം ആ വാർത്ത ഒന്നാം പേജിൽ വലുതായി തന്നെ നൽകിയിട്ടുണ്ട്. കാരണം ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ, സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ അപകടം എന്ന രൂപത്തിൽ വലിയ വാർത്തയെ തന്നെ എല്ലാ ഇംഗ്ലീഷ് പത്രങ്ങളും നൽകിയിട്ടുണ്ട്. എല്ലാവരും 4 മരണമാണ് നൽകുന്നത്. കേരള കൗമുദി 5 മരണം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഏതാണ്ട് ഒരു 3 മണിയോട് കൂടി ഈ 5 മരണം വന്നിരുന്നു. പക്ഷേ പിന്നീട് ആ മരണക്കണക്ക് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതുകൊണ്ട് എല്ലാവരും 4 മരണം എന്ന വാർത്തയിൽ നിൽക്കുകയായിരുന്നു. ഗ്രാമം ഒലിച്ചുപോയി എന്ന രൂപത്തിൽ വലിയ വാർത്തയെ തന്നെയാണ് എല്ലാ പത്രങ്ങളും, അത് ദേശാഭിമാനിയും സിറാജും ചന്ദ്രികയും അടക്കം എല്ലാ പത്രങ്ങളും അത് ഒന്നാം പേജിൽ വലിയ വാർത്തയെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. മറ്റു വാർത്തകളിലേക്ക് പോകുന്നു. ഈ ഗാന്ധി പ്രതിമ എന്നുള്ളത്, മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അദ്ദേഹത്തെ ആദരിക്കുക എന്നുള്ളത് ഓരോ പൗരൻ്റെയും കടമയാണ്, ഉത്തരവാദിത്തമാണെന്ന് നമുക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയെ നമ്മൾ മഹാത്മാ എന്ന് ചേർത്തും അല്ലെങ്കിൽ ഗാന്ധിജി എന്ന് ചേർത്തും അല്ലാതെ മോഹൻദാസ് കരംചന്ദ് എന്ന പേരിൽ നമ്മൾ വിളിക്കാറില്ല എന്ന് നമുക്കറിയാം. പേര് മാത്രമല്ല, എല്ലാ അർത്ഥത്തിലും ഗാന്ധി പ്രതിമ എവിടെയുണ്ടോ അവിടെ നമ്മൾ എല്ലാ അർത്ഥത്തിലും അദ്ദേഹത്തെ ആദരിക്കാറുണ്ട്. പക്ഷേ ഗാന്ധി പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എങ്കിൽ അങ്ങനെ അക്കാര്യം കഴിഞ്ഞ മുൻകാലങ്ങളിൽ വന്നൊരു വാർത്തയാണ്. പക്ഷേ ആ വാർത്തയുടെ തുടർച്ച ഇങ്ങനെയാണ്. കലാലയത്തിലെ ഗാന്ധി പ്രതിമയുടെ മുഖത്ത് ക്രിസ്മസ് ആഘോഷത്തിൻ്റെ കൂളിംഗ് ഗ്ലാസ് വെച്ച വിദ്യാർത്ഥിയുടെ നടപടി അധാർമികമാണെങ്കിലും ശിക്ഷിക്കാനാകില്ലെന്ന് കേരള ഹൈക്കോടതി. ഇത് അധാർമികമാണ് ഗാന്ധി പ്രതിമയ്ക്ക് കൂളിംഗ് ഗ്ലാസ് വെച്ചത്, പക്ഷേ ശിക്ഷിക്കാനാകില്ല, അതിന് വകുപ്പില്ല. അതാണ് കോടതി പറയുന്നത്. 1971 നിയമത്തിൽ ശിക്ഷിക്കാൻ വകുപ്പില്ലെന്ന് വിലയിരുത്തിയാണ് ഉത്തരവ്. ശിക്ഷിക്കാൻ വകുപ്പില്ലാത്തതിനാൽ വിദ്യാർത്ഥിയുടെ പേരുള്ള കേസും ഹൈക്കോടതി റദ്ദാക്കി. അത് നിയമവിദ്യാർത്ഥിയാണ് എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും വലിയ കൗതുകം. അദ്ദേഹം ഒരു നിയമവിദ്യാർത്ഥിയാണ്. ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യവും അവകാശവും ഒക്കെ മൗലികമായ ചില ചുമതലകളാൽ നിയന്ത്രിതമാണെന്ന് വിദ്യാർത്ഥി ഓർക്കണമായിരുന്നെന്നും കോടതി പറയുന്നു. കരുതിക്കുട്ടി ചെയ്തതല്ലെന്നും ആവേശത്തിൽ ചെയ്തു പോയെന്നുമാണ് കോടതിയിൽ വിദ്യാർത്ഥിയുടെ വാദം ഉണ്ടായത്. എന്തായാലും ഇത് 2023 ഡിസംബർ 21 ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസിൽ ക്രിസ്മസ് ആഘോഷത്തിനിടെയാണ് ഈ സംഭവം. ഇവിടെ തന്നെയാണ് ഭാരത് മാതാ ലീഗൽ സ്റ്റഡീസിൽ, നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അവിടെയാണ് വിദ്യാർത്ഥി അദ്ദേഹം ആവേശത്തിൽ ചെയ്തു പോയെന്നാണ് അദ്ദേഹം കോടതിയിൽ പറഞ്ഞത്. ഇനി ചെയ്യില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഈ ശിക്ഷിക്കാൻ വകുപ്പില്ലാത്തത് കൊണ്ടാണ് മഹാത്മാവിനെ, ഗാന്ധിജിയെ അനാദരിച്ച ഒരു വിദ്യാർത്ഥിയെ വെറുതെ വിട്ടത് എന്നാണ് കോടതിയും പറയുന്നത്. എന്തായാലും ഇതൊരു കൗതുകമുള്ള വാർത്ത മാത്രമല്ല, എല്ലാവരും അറിയേണ്ട വാർത്ത കൂടിയാണ്. മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ വലിയ വാർത്തയായിട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് എടുത്തു പോകുന്നത് എന്ന് വേണം കാണാൻ. മറ്റൊന്ന്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ പ്രസ് സ്റ്റോപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടൊരു വാർത്ത എന്ന് നമ്മൾ സാധാരണ ഇത് റീൽസായിട്ടൊക്കെ കട്ട് ചെയ്തിടുമ്പോൾ കണ്ടൊരു വാർത്ത എന്നുള്ളത് സ്കൂളുകളിലെ ബാക്ക് ബെഞ്ചുമായി ബന്ധപ്പെട്ട് ഒരു സിനിമ മലയാളത്തിൽ ഇറങ്ങിയിരുന്നു. അത് സ്ഥാനാർത്ഥി ശ്രീകുട്ടനാണ്. ആ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് അജു വർഗീസൊക്കെ അഭിനയിച്ച സിനിമയാണ്. ആ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന സിനിമ, ആ സിനിമയിൽ ഈ ബാക്ക് ബെഞ്ചേഴ്സിനെ മുന്നിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അധ്യാപകരും വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന് നടത്തുന്നു. അങ്ങനെ ഒരു വിദ്യാർത്ഥി അതിൽ ഹീറോ ആയി മാറുന്നു. അതാണ് ആ സിനിമയെക്കുറിച്ചുള്ള കണ്ടന്റ്. ആ വാർത്ത നമ്മൾ മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. അങ്ങനെ ചില സ്കൂളുകൾ കേരളത്തിൽ, കൊല്ലം ജില്ലയിലെ വാളകം, തൃശ്ശൂരിലൊരു സ്കൂൾ, അങ്ങനെ ആ സ്കൂളുകളിലൊക്കെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമ കണ്ട് മാറ്റം വരുത്താൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നൊരു വാർത്ത പത്രങ്ങൾ വന്നപ്പോൾ നമ്മൾ സംസാരിച്ചിരുന്നു. പിന്നീട് അത് വലിയ രൂപത്തിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. നടൻ അജു വർഗീസ് പ്രസ് സ്റ്റോപ്പിന് ഈ വാർത്ത എടുത്ത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും ഈ വാർത്ത ഞാൻ പറയാനുള്ള കാരണം, ഇന്നലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അദ്ദേഹം ഈ വാർത്ത വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു, ചർച്ചയാക്കാൻ ശ്രമിക്കുന്നു. ക്ലാസ് മുറികളിൽ യു ആകൃതിയിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കാൻ ആലോചന. അത് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതാണ്. സ്കൂളുകളിൽ ബാക്ക് ബെഞ്ചുകാരെ ഇല്ലാതാക്കി യു ആകൃതിയിൽ ഇരിപ്പിടം ആലോചിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അധ്യാപകരുടെ ശ്രദ്ധ കിട്ടാതിരിക്കാനായി ഏറ്റവും പിൻസീറ്റിൽ ഇരിക്കാനായി എത്തുന്ന കുട്ടികളുണ്ട്. ഇത് ഒഴിവാക്കാനായും മുന്നിലും പിന്നിലുമായി ബെഞ്ചുകൾ ഇടുന്ന രീതി ഒഴിവാക്കി അർദ്ധവൃത്താകൃതിയിൽ ഇരിപ്പിടം നടപ്പാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നു. ഇതിന് വെല്ലുവിളികളുണ്ട്. കാരണം വലിയ ക്ലാസ്സുകളിലൊക്കെ, ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളുകളിലൊക്കെ ഏതാണ്ട് 30 മുതൽ 40, 50, 60 കുട്ടികളൊക്കെ ഇരിക്കുന്ന ക്ലാസ്സുകളിൽ ഇങ്ങനെ അർദ്ധവൃത്താകൃതിയിൽ ഇരുത്താനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായി ഉണ്ട് എന്നാണ് മന്ത്രിയും പറയുന്നത്. മന്ത്രിക്കും അറിയാം, അധ്യാപകർക്കും അക്കാര്യം അറിയാം. പക്ഷേ അതുകൊണ്ട് ഈ സാധ്യത ഉപയോഗപ്പെടുത്താൻ ഒരുപക്ഷെ അംഗനവാടികളിലോ പ്രൈമറി സ്കൂളുകളിലോ മാത്രം കുറഞ്ഞ കുട്ടികൾ ഉള്ള സ്കൂളുകളിൽ, ക്ലാസ്സുകളിലായിരിക്കും ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ നടപ്പാക്കുക. എന്തായാലും ഈ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന സംവിധാനം ഒഴിവാക്കാൻ പോകുന്നു എന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുന്നു. അത് ഇന്നലെ മന്ത്രി ചർച്ചയ്ക്ക് വെച്ചിരുന്നു. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. വലിയ രൂപത്തിലുള്ള കമൻറ്റുകളാണ് വന്നത്. ഞങ്ങളൊക്കെ പിൻസീറ്റിലിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ബാക്ക് ബെഞ്ചേഴ്സ് ആണ് പിന്നീട് ജീവിതത്തിൽ ഫ്രണ്ട് ബെഞ്ചേഴ്സായി മാറിയത് എന്ന തരത്തിലുള്ള കമൻറ്റുകളൊക്കെ ഇന്നലെ വന്നിരുന്നു. എന്തായാലും ആ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു. പത്രങ്ങൾ അത് വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട്. മനോരമയും മാതൃഭൂമിയും ഒക്കെ ഒന്നാം പേജ് വലിയ വാർത്തയായിട്ട് നൽകാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതൊരുപക്ഷെ വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രാധാന്യവും. മറ്റൊന്ന്, ഇന്ന് മനോരമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് അവർ നൽകുന്നത് ഈ ഉത്തരാകാശിയിലെ മേഘവിസ്ഫോടനം കഴിഞ്ഞാൽ അടുത്ത വലിയ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ നിയമസഭ ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള ഈ നിയമസഭ പദ്ധതി, ഇമെയിൽ ഒക്കെ പറയുന്ന പോലെ ഈ നിയമസഭ
നിയമസഭ ഡിജിറ്റൽവൽക്കരിക്കാനുള്ള ഈ നിയമസഭാ പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു. ആ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: ഈ നിയമസഭ കൂടുതൽ ക്രമക്കേട് പുറത്ത്, ഊരാളുങ്കൽ കുടുക്ക്. ഇത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് ഇതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഇത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 6 വർഷത്തിനിടെ 11 തവണ കരാർ കാലാവധി നീട്ടി നൽകി. സോഫ്റ്റ്വെയറായി ഊരാളുങ്കൽ വികസിപ്പിച്ച 42 മൊഡ്യൂളുകളും ഉപയോഗക്ഷമമല്ലെന്ന് നിയമസഭാ സമിതി സെക്രട്ടേറിയറ്റ് കണ്ടെത്തി, അങ്ങനെ തിരിച്ചയച്ചു. നിലവിൽ 8 ഇൻഹൗസ് മൊഡ്യൂളുകൾ മാത്രം, അതായത് ഇവർ കൊടുത്ത 42 മൊഡ്യൂളും ഉപയോഗക്ഷമമല്ല. ഇപ്പോൾ ഉൾപ്പെടുത്താൻ കഴിയുന്ന 8 എണ്ണം ഉപയോഗിച്ചുകൊണ്ട് ഇത് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന രൂപത്തിലാണ് കരാറ്. അതിന് 18.46 കോടി രൂപയാണ് ഊരാളുങ്കലിന് നൽകാൻ ഫയൽ നീക്കം നടക്കുന്നത്. അങ്ങനെ ഊരാളുങ്കൽ കുടുക്ക് നിയമസഭയിലും ഉണ്ട് എന്നാണ് പറയുന്നത്. നിയമസഭയെ ഡിജിറ്റൽവൽക്കരിക്കാനുള്ള അതിൻ്റെ അപ്ഡേഷൻ്റെ ഭാഗമായിട്ട് 18.68 കോടി രൂപയുടെ കരാർ വീണ്ടും പുതുക്കി നൽകാൻ ശ്രമിക്കുകയാണ്. നിലവിൽ കൊടുത്ത 42 മൊഡ്യൂളുകളും ഉപയോഗക്ഷമമല്ല എന്ന് നിയമസഭ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ ആര് കുടുങ്ങാൻ പോകുന്നു എന്നാണ് ഈ വാർത്തയുടെ പ്രാധാന്യം. മനോരമ അത് 1-ാം പേജിൽ വലിയ വാർത്ത നൽകിയിരിക്കുന്നു. മറ്റു പത്രങ്ങൾക്കൊന്നും ഈ വാർത്ത ഇല്ല എന്നുള്ളതാണ് കൗതുകരമായ കാര്യം. മറ്റൊന്ന്, നമ്മളുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണ് CPI. നമുക്കറിയാം, കേരളത്തിലെ പ്രധാനപ്പെട്ട ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്ന LDFിൽ പെടുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. CPIയുടെ ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയായി അമർജീത് കൗർ, അത് പഞ്ചാബിൽ നിന്നുള്ള നേതാവാണ്. ഇപ്പോൾ നിലവിലുള്ള സെക്രട്ടറി D രാജയ്ക്ക് ഇളവ് നൽകില്ല. അദ്ദേഹത്തിന് 75 വയസ്സ് പ്രായപരിധി പൂർത്തിയാകുന്നു. അദ്ദേഹം ഒരു ടൈം മാത്രമാണ്. പക്ഷേ ഈ വാർത്തയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് CPIയുടെ ആദ്യ വനിതാ ജനറൽ സെക്രട്ടറിയായി, ദേശീയ ജനറൽ സെക്രട്ടറിയായി അമർജീത് കൗർ വരുന്നു. അതൊരു വനിതാ നേതാവാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും അങ്ങനെയെങ്കിൽ രാജ്യത്തെ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദേശീയ തലത്തിൽ അവരുടെ ജനറൽ സെക്രട്ടറിയായി ഒരു വനിത വരുന്നത് എന്നുള്ളതാണ് വാർത്തയുടെ പ്രാധാന്യവും അതിൻ്റെ രാഷ്ട്രീയ ശ്രദ്ധയും അവിടെയാണ് കാണുന്നത്. ജനറൽ സെക്രട്ടറി വന്നേക്കും. സംഘടനാ തലത്തിൽ പ്രായപരിധി കർശനമാക്കാൻ CPI തീരുമാനിച്ചതോടെയാണ് D രാജ ഒഴിവാകുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മളുടെ സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിൽ ജില്ലാ സെക്രട്ടറിയായി സുമലത മോഹൻദാസിനെ തിരഞ്ഞെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അതും ആദ്യമാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ടായിരിക്കും ഒരു ജില്ലാ സെക്രട്ടറിയായി വനിത വരുന്നത്, സുമലത മോഹൻദാസ്. ഇനി അമർജീത് കൗർ വന്നാൽ അത് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വനിത ആ പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നത് വലിയ കാര്യമാണ്. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തേക്ക് വരുന്നത് വലിയ വാർത്തയായിട്ട് വേണം കാണാൻ. ഇന്നലെ നമ്മൾ പറഞ്ഞു പോയ മറ്റൊരു വാർത്ത, ദീപിക മാത്രം കൊടുത്തൊരു വാർത്തയുണ്ടായിരുന്നു. കശ്മീരിന് സംസ്ഥാന പദവി നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നു എന്നുള്ളത്. അത് ഇന്ന് മാതൃഭൂമി അവരുടെ 1-ാം പേജിൽ ആ വാർത്ത നൽകുന്നു. ബിൽ ഉടൻ പാർലമെൻറ്റിൽ, കേസ് വെള്ളിയാഴ്ച സുപ്രീം കോടതിയിൽ എന്നുള്ളതാണ്. ബില്ല് പാർലമെൻറ്റ് വരികയാണെങ്കിൽ സ്വാഭാവികമായും അത് പാസ്സായി പോകും. കേന്ദ്ര സർക്കാർ അങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാണ്, വലിയ വാർത്തയാണ് എന്നുള്ളത് നമ്മൾ ഇന്നലെ ദീപികയുടെ വാർത്ത പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ പറഞ്ഞിരുന്നു. ദീപിക മാത്രമായിരുന്നു ഇന്നലെ ആ വാർത്ത നൽകിയിരുന്നത്. ഇന്ന് അത് മാതൃഭൂമി അവരുടെ 1-ാം പേജിൽ വാർത്തയായി നൽകുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറ്റൊന്ന്, ഈ ഒരു സ്പോർട്സ് വാർത്ത കൂടി നമുക്കൊന്ന് ആലോചിച്ച് പോകാം. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ ഇംഗ്ലണ്ടിൽ പോയി വലിയ വിജയം, ക്രിക്കറ്റ് ടെസ്റ്റിൽ വലിയ വിജയം നേടിയിരുന്നു. അവിടെ പരമ്പര സമനിലയിലാക്കിയിരുന്നു. യുവതാരങ്ങളാണ് പോയത്. വലിയ സീനിയർ താരങ്ങൾ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ യുവതാരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ ജയിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ്. അതുകൊണ്ട് പത്രങ്ങൾ എന്ന ആ രൂപത്തിൽ വലിയ വാർത്തയായിട്ട് നൽകിയിട്ടുണ്ട്. യൂത്ത് ഫെസ്റ്റ് എന്നാണ് മനോരമയുടെ ഹെഡിങ്. ഇന്ത്യൻ ക്രിക്കറ്റിന് ശുഭപ്രതീക്ഷയായി ഇംഗ്ലണ്ടിൽ യുവതാരങ്ങളുടെ പ്രകടനം, അത് യൂത്ത് ഫെസ്റ്റ് എന്നുള്ളതാണ് മനോരമ പറയുന്നത്. മാതൃഭൂമി ഒരു പടി കൂടി കടന്ന് ഇംഗ്ലണ്ടിൽ ലാഭമുണ്ടാക്കിയ ഗിൽ ആൻഡ് കമ്പനി, അത് ഗിൽ എന്ന് പറയുന്ന ഇന്ത്യൻ ടീമിൻ്റെ നായകനാണ്. ഗിൽ ആൻഡ് കമ്പനി ഇംഗ്ലണ്ടിൽ ലാഭമുണ്ടാക്കി. അതിൽ ശുഭ്മാൻ ഗില്ലും രവീന്ദ്ര ജഡേജയും ഋഷഭ് പന്തും സിറാജും വാഷിംഗ്ടൺ സുന്ദറും ഒക്കെ അവരുടെ പ്രകടനമാണ് ലാഭമുണ്ടാക്കിയ ഗിൽ ആൻഡ് കമ്പനി എന്ന രൂപത്തിൽ പറയുന്നത്. എന്തായാലും എല്ലാ പത്രങ്ങളും വലിയ രൂപത്തിൽ അതിനെക്കുറിച്ച് പറയും. യുവ ഇന്ത്യ എന്നാണ് ദേശാഭിമാനി കൊടുത്തിട്ടുള്ള ഹെഡിങ്. എന്തായാലും അത് ഒരു വലിയ, ഇന്ത്യയെ സംബന്ധിച്ച് യുവതാരങ്ങൾ വിദേശത്ത് പോയി ജയിച്ചു വരുന്നത് നല്ല കാര്യമാണ്. ഭാവി ഇന്ത്യൻ ക്രിക്കറ്റ് ശോഭനമാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ജന്മഭൂമി നൽകിയൊരു വാർത്ത, ആഭ്യന്തരമന്ത്രി, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായിരുന്ന ആരാണ് എന്ന ചോദ്യത്തിന് ഇനി ഉത്തരമുണ്ട്. അത് അമിത്ഷായാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആഭ്യന്തര കാര്യങ്ങൾ ഭദ്രമാക്കി ചരിത്രത്തിലേക്ക് അദ്ദേഹം 6 വർഷവും 68 ദിവസവും, അതായത് 2258 ദിവസം ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് 6 വർഷവും 68 ദിവസവും പൂർത്തിയാക്കി. ഈ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ആഭ്യന്തരമന്ത്രിയായിരുന്ന ആൾ എന്ന പദവി ഇനി അമിത്ഷായ്ക്ക് സ്വന്തം. അത് ജന്മഭൂമി 1-ാം പേജിൽ വലിയ വാർത്തയായി നൽകിയിരിക്കുന്നു. മറ്റു പത്രങ്ങളൊക്കെ ഉൾപ്പേജിലേക്കാണ് ഉൾപ്പെടുത്തുന്നത്. നിരവധി വാർത്തകളുണ്ട് പത്രങ്ങളിൽ, പക്ഷേ അധികം പറഞ്ഞു പോകാൻ സമയമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നു. സേതു.